Hi guys, welcome back to my channel. ഇന്ന് നമ്മൾ ഒരു ഡെയിലി വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു റെസിപ്പി കൂടെ ഞാൻ ഈ വ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രഷ് മുരിങ്ങ ലീവ്സും മുരിങ്ങയുടെ പൂവൊക്കെ കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് പാലക്കാടൻ സ്റ്റൈൽ ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ പറയുന്ന മുരിങ്ങ വറുത്തതെന്നാണ്. പല സ്ഥലങ്ങളിലും പലതും പറയാറുണ്ട്. മുരിങ്ങ തോരൻ എന്ന് പറയും, മുരിങ്ങയില തോരൻ, മുരിങ്ങ പൂ തോരൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുരിങ്ങ പൂവും ഇലയും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മുരിങ്ങ വറുത്തത്. അപ്പോൾ നമുക്ക് മുരിങ്ങ വറുത്തതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളാണ്, പക്ഷേ മുരിങ്ങയില ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ അധികം മൂക്കാത്ത ഇലയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും ഭയങ്കര ഈസി ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മൊക്കെ വീണ് പോയാലും പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോൾ ഒരു നാര് പോലൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഞാനിതെല്ലാം ഏകദേശം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പൂ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിൽ ഈ പൊടി ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു ചിലന്തികൾ അതൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2 to 3 ടൈംസ് ഞാനത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇലകൾ നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മളങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ മുരിങ്ങയില ഒരു 1 വീക്ക് വരെയൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. ഷുവറായിട്ടും കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കടുകിട്ടു, അതുപോലെ തന്നെ കുറച്ച് സ്ലൈസ് ചെയ്ത ഒണിയനും പച്ചമുളകും, ഇത് ചെറിയുള്ളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ സോട്ടായി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് മുരിങ്ങയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വാഷ് ചെയ്ത് വെച്ച മുരിങ്ങയില അതിലേക്ക് ആഡ് ചെയ്യുക. ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിം മതിയാവും. ഹൈ ഫ്ലെയിം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മുരിങ്ങയുടെ ഇലയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു കയ്പ്പ് ടേസ്റ്റ് വരും അതിന്. അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് ഒരു 3 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മുരിങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് രസത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഏതിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ കൂടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ ഫരിയന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫരിയ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈ സമ്മർ ആയതുകൊണ്ട് ചൂട് കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ജ്യൂസും വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പൊതുവേ കുടിക്കാൻ ഭയങ്കര മടി കാണിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഈസി ആയിരിക്കും അത്. അപ്പോൾ ആൾ കുറച്ച് ഷുഗറൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് അതൊക്കെ പീൽ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുട്ടികളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അവർക്ക് ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആണല്ലോ. പിന്നെ വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഒരു ടൈം പാസ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ള ബോട്ടിൽസൊക്കെയാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഈ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽസിലൊക്കെ ആക്കിയിട്ടാണ് വെള്ളവും ജ്യൂസൊക്കെ കൊടുക്കുക. പൊതുവേ ഗ്ലാസ്സിലൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചെങ്കിലും അവർ കുടിച്ചോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എല്ലാ വീഡിയോസിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. തുടർന്നുള്ള വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.